വാ കാണിച്ചരാം. ചിരിക്കരുതേ. എന്തുവാണ് ഇത്? ഇനിയുണ്ട് കാണിച്ചു തരാം. അയ്യോ അതെന്തോന്ന് സാധനം? അയാൾ എന്താണ് കാണിക്കുന്നത്? ഇയാൾക്ക് എന്താണ് വയ്യേ? കുറെ വിവരമില്ലാത്തവന്മാരെല്ലാം ഒരു നാട്ടിൽ ഒന്ന് ജനിച്ചു. അയ്യോ അയ്യോ, ഇയാൾക്ക് തൈന മനസ്സായിട്ടില്ല. എന്താണ് ഇത് എവിടത്തെ ന്യായം? വെറുതെ ഇങ്ങനെ ബഹളം ഉണ്ടാക്കരുത്. എന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയില്ല. ഞാൻ വളരെ മോശമായി പെരുമാറുന്നോളാ, പറഞ്ഞേക്കാം. ഞാൻ കണ്ടു. ഇതെന്ത് ഭാഷ? കച്ചറ. നീ എന്ത് തേങ്ങയാണ് പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. വിടില്ല ഞാൻ, പറയണ്ട വിടില്ല ഞാൻ. ഈ നാളിനോടൊന്നും മിണ്ടാതിരിക്കാൻ പറ. ഒരു 3 നേത്തപ്പഴെടുത്തവന്റെ ഉണ്ണാക്കി തിരികെ കയറ്റിക്കൊണ്ടു. പറഞ്ഞില്ലേ? എന്തോന്നടേ ഇത്? ഇതിന് വട്ടുണ്ടോ? ഇവൻ നമ്മൾ നാളെ എടുത്തോണ കേട്ടാ. ഇവനെവിടെ കൊന്നാലാ? എന്നെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ ഈ വീട്ടിൽ ആരും ഇല്ലെന്ന്. മലയാളം ബിഗ് ബോസിന്റെ എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. ടൈറ്റിൽ സോങ് എഴുതിയത് ആര്? ബിഗ് ബോസിലേക്ക് വരാൻ 5 വർഷം എന്താ ഉറക്കം വരുന്നു? ലീവ് എടുത്തിരിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ല. ആര്യൻ, ആരൊക്കെയാണ് ആര്യൻ? എല്ലാരും വിളിച്ചു. എനിക്ക് ഒരു ധാരണയില്ല കേട്ടാ. അയ്യോ പോട്ടെ പോട്ടെ. ഒരു ക്ലൂ ഇല്ല, എനിക്കറിയില്ല കേട്ടാ. പാടിയത് ആരാ? ഒന്നും അറിഞ്ഞൂടാ. ഇല്ല, ഒരു ക്ലൂ. നമ്മൾ ഇങ്ങോട്ട് വന്നു. നിർത്തി അവമാനിക്കുവാണെന്ന് നമുക്ക് ചോദിക്കാൻ പറ്റില്ല ബിഗ് ബോസിനോട് ആരാ പാടിയെന്ന്. ഞാൻ ഈ പാട്ട് കേൾക്കുന്നത് ലാലേട്ട വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടാണ്. അതിന് മുമ്പ് കേട്ടിട്ടില്ലേ? ഇല്ല ലാലേട്ട. ബിഗ് ബോസ് കണ്ടിട്ടില്ലേ? ഇപ്പൊ കിട്ടൂടാ, ഇപ്പൊ കിട്ടും. ഇപ്പൊ ഈശി പൂശോടാ. കണ്ടിട്ടുണ്ട് ബിഗ് ബോസ്. അപ്പൊ ഈ പാട്ട് കേട്ടിട്ടില്ലേ? 100 ദിവസം ബിഗ് ബോസ്. എടാ നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണോ? ശരിക്കും മണ്ടനാണ് സാർ. അത് കേട്ടിട്ടില്ല ബിഗ് ബോസ്. സോറി ലാലേട്ട. അതറിയില്ല, അറിയില്ല. ഇത് എനിക്കറിയില്ല. ഈശ്വര, ഇവിടെ ആരുമില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. അറിയില്ല. ജിഷിൻ, മനെ എണീക്ക് മനെ. നീ ഭയങ്കര ചിരിയല്ല പറ. അയ്യോ അത് വേണ്ട. അവരെ സംസാരം ചെയ്ത് കേട്ടപ്പോ അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ?
ഇത് എന്റെ ഒരു നമ്പറാ പോക്കിരുത്തം കളിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. അല്ല ആരാ എഴുതിയത്? എഴുതിയത് അറിയില്ല ലാലേട്ടാ. അനീഷ് 5 വർഷം ലീവ് എടുത്ത് എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ബിഗ് ബോസിന് വന്നാണ്. പറയൂ. എനിക്കറിയില്ല സാർ. എനിക്ക് ചൊറിഞ്ഞ് വരുന്നുണ്ട്. മോനെ നാണക്കേടല്ലേ ഇത്? നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത എല്ലാ കാര്യവും അറിയാം. ആവശ്യമില്ലാത്ത എല്ലാ കാര്യത്തിലും ഇടപെടും. നിങ്ങൾ അങ്ങനെ ഒരു വർത്താനം അല്ല അതൊന്നുമില്ല. അല്ലല്ല നിങ്ങൾ എന്തോ മനസ്സിൽ വെച്ച് പറയാനുള്ളത്. ആവശ്യമില്ലാത്ത എല്ലാ കാര്യവും പറയും. രക്തം കട്ട പിടിക്കുന്നതിന് കാരണം വിറ്റാമിൻ ഏതാണ്? ഇതിനിടയ്ക്ക് അങ്ങനെ ഒരു സാധനം ഇറങ്ങിയോ? ആ ഡോക്ടർ പറയൂ. കേട്ടോ പ്ലാസ്മയാണ് കട്ട പിടിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത്. നീ തീർന്നു. ഇത്ര അഹങ്കാരം പാടില്ല. പ്ലാസ്മ സെൽസിൽ പ്ലാസ്മ കൈപൊക്കി എന്തിനാണ് പിന്നെ? വെറുതെ പോരടിച്ചിപ്പ സമയം കളയാൻ ഒരു തമാശക്ക് ഞാൻ വെറുതെ ഡോക്ടറാണ്. ഞാൻ വിചാരിച്ചു ഇപ്പൊ എല്ലാം ഞാൻ വരട്ടെ ഇങ്ങോട്ട്. അല്ല എന്നോട് സംസാരിക്കാനാണ്. നിങ്ങൾക്ക് മര്യാദയ്ക്ക് ഇരുന്ന് എൻ്റെ അടുത്ത് സംസാരിക്കാമെങ്കിൽ ഞാൻ സംസാരിക്കാം, അല്ലെങ്കിൽ ഞാൻ ഇറങ്ങിപ്പോവും. എന്താടാ പിന്നെ? അല്ല എന്തെങ്ങനെയൊക്കെ പറയണേ? പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറയണം? ഇപ്പൊ പഴയ സ്റ്റാൻഡേർഡ് ഇല്ല. അലമ്പായി പോയി സാറേ, ഭയങ്കര അലമ്പായി. ഒരാൾ സംസാരിക്കുമ്പോൾ അയാൾക്ക് സംസാരിക്കാനുള്ള സ്പേസ് കൊടുത്താൽ എന്താ പ്രയാസം? അതിന്റെ ഇടയിൽ നിങ്ങൾ സംസാരിച്ച ഞാൻ പിന്നെ എന്തിനാ അവിടെ നിൽക്കുന്നത്? അപ്പൊ ഞാൻ പൊട്ടണ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടണ? ഷാനവാസ്, ഞാൻ വീണ്ടും പറയുന്നു, ഷാനവാസാണ് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത്. അയാൾക്ക് സംസാരിക്കാനും വേറൊരാൾക്ക് സംസാരിക്കാനും അവസരം ഞാൻ പറയുന്നത്. എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. ഷാനവാസിന് എല്ലാ ഈ ഗെയിം കുളമാക്കി കൊടുത്തിട്ട് താൻ വലിയൊരു മിടുക്കനായി എന്നൊരു തോന്നൽ ഉണ്ടാകുന്നുണ്ടോ? എനിക്കിഷ്ടപ്പെട്ടു, എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. നിനക്ക് ഇങ്ങനെ തന്നെ വേണം. ഇവിടെ തന്നെ എത്രയോ വട്ടം ഞാൻ സാഹുചാട്ടുള്ളപ്പോ പറഞ്ഞു ഞാനത് കൊളാക്കി, എന്നെ കൺവിൻസ് ചെയ്യാൻ പറ്റില്ല, എന്റെ മുമ്പിൽ നിങ്ങൾ തോറ്റുപോയി, കൊളായി പോയി, ഞാൻ കൊളാക്കി, അങ്ങനെയൊക്കെ എത്രയോ വട്ടം പറഞ്ഞു. പഴയ അലവലായത്തിലൊക്കെ ഇപ്പോഴും കൂടെ കൊണ്ടു നടക്കല്ലേ? എന്ത് ചെയ്യാനാ, അതെന്റെ തെളിവായിട്ട് ഇഴുകി ചേർന്ന് പോയി. സഹജമായ മണ്ടത്തരങ്ങൾ ജന്മനാല നിന്റെ കൂടെ തന്നെ ഉണ്ടല്ലോ. ജാത്യാരോട് തൂത്താപ്പൂല്ല. ഇന്ന് രാത്രി നടന്നൊരു വഴക്ക്, ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ടാണോ? ഞാനും നിങ്ങൾ തമ്മിൽ എന്തായിരുന്നു? അല്ല എന്താ അറിഞ്ഞൂടാത്ത പോലെ നിൽക്കുന്നത്? അല്ലല്ല, ഞാൻ ഏതാന്ന് മനസ്സിലായില്ല. കുറെ ഉണ്ടോ? ഒരുപാടുണ്ടല്ലോ. അവൻ അഹങ്കാരിയാണ് ആശാനെ. പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന് പറഞ്ഞ് കയ്യും കെട്ടി കുലം കുത്തികളെ വെച്ച് പൊറപ്പിക്കുന്നത് എന്റെ ശൈലിയല്ല. ഇവൻ കുറച്ച് മറ്റേ കാര്യങ്ങൾ പറഞ്ഞു, മോശമായിട്ടുള്ള വേർഡ്സ് പറഞ്ഞു. എന്ത് പറഞ്ഞു? ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആലോചിക്കാൻ സമയം വേണോ? കല്ലുമടി തപ്പണ്ട, ഞാൻ പറഞ്ഞ പിൻവലിച്ചു. എനിക്ക് തോന്നിയത് ഒരു വേർഡാണ്. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ സ്വഭാവം മാറും. അത് അങ്ങനെയാണ് തോന്നുന്നത്. ഷാനവാസ് ഒരിക്കലും അമ്മയെ പറഞ്ഞിട്ടില്ല. ആരുടെയും പറഞ്ഞിട്ടില്ല. എല്ലാവരുടെ അച്ഛനെ പറഞ്ഞിട്ടുള്ളൂ. അത് അങ്ങനെയാണ് തോന്നുന്നത്. ഷാനവാസ് ഒരിക്കലും അമ്മയെ പറഞ്ഞിട്ടില്ല. ആരുടെയും പറഞ്ഞിട്ടില്ല. എല്ലാവരുടെ അച്ഛനെ പറഞ്ഞിട്ടുള്ളൂ. ഷാനവാസ് ഒരുപാട് പേരുടെ അച്ഛനെ പറയുന്നുണ്ട്. അത് തെറ്റാണ്. എനിക്ക് ഇവിടെ ഇരുന്നാൽ സഹിക്കാൻ പറ്റില്ല. ഞാൻ മാറിയിരിക്കാം. ഞാൻ വീണ്ടും പറയുന്നു, ഷാനവാസ് സ്ത്രീകളോട് ഉപയോഗിക്കുന്ന ഭാഷ തെറ്റാണ്. എല്ലാവരും എടി പൊടി എന്നാണ് വിളിക്കുന്നത്. നിങ്ങൾ വീട്ടിൽ ഇങ്ങനെയാണോ ചെയ്യുന്നത്? ശകലകലാവല്ലഭൻ. പക്ഷെ വകനിരിവ് വട്ടപൂജ്യം. അദ്ദേഹം പലപ്പോഴും ആൾക്കാരുടെ വീട്ടിലിരിക്കുന്ന ആൾക്കാരെ പറയാറില്ലേ? പറയാറുണ്ട്. പറഞ്ഞു കൊടുത്തോടെ അങ്ങനെ പറയരുതെന്ന്. നിങ്ങൾ വലിയ ഫ്രണ്ട് അല്ലേ? അത്ര പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാനുള്ള ബുദ്ധി അതിനുണ്ടോടാ? പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് സ്ത്രീകൾ പുളിശ്ശേരി പറഞ്ഞോളൂ. മൂത്രമൊഴിച്ചിട്ട് സ്ത്രീകളോട് അങ്ങനെ ഭാഷ ഉപയോഗിക്കരുത്. എന്റെ ഷാനവാസ്, ഒരു മിനിറ്റ്, ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം. നിങ്ങൾ സംസാരിക്കും, ഇവിടെ വരൂ. നിങ്ങൾ എതിരെ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത്ര ടെൻഷൻ? എല്ലാരും കൂടെ കൈ കാണിക്കാറുണ്ട്. അയാൾ പറയട്ടെ. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ, വളരെ ആത്മാർത്ഥമായ ഷാനവാസിന് ഞാനൊരു 7ന്റെ പണി തരുന്നുണ്ട്. താങ്ക് യു. കുളിച്ച് മിടുക്കനായിട്ട് നിൽക്ക്. പണി ഞാൻ തരുന്നുണ്ട്. താങ്ക് യു. താങ്ക് യു എന്ന് പറയണ്ട. അല്ല, ഒരുപാട് നന്ദി പറയേണ്ടി വരും ഷോ കഴിയുന്നതിന് മുമ്പ്. ഇതൊക്കെ ഓരോരുത്തരുടെ വിധിയാ, അതിനി നമ്മളായിട്ട് തടയാതിരുന്നാ മതി. എന്നാൽ ഇവനെ സമ്മതിക്കണം, ഉരുക്കുപോലെ നിന്നുകള. അഭിമാനമുണ്ട് ഗോവിന്ദ, അഭിമാനമുണ്ട്. ചർച്ച ഇവിടെ അവസാനിക്കുന്നു. നാളെ മടങ്ങി വരാം ഇതേ സമയം. ഗുഡ് ബൈ. You guys are so jealous of me. Why you guys are so jealous of me? അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഇങ്ങനെയൊക്കെ ചിന്തിക്കണമെങ്കിൽ സെൻസ് വേണം. That is my കഴിവ്. Such a jealousy girl. Oh my god. ഈ കേമസോമം ജീവിക്കുന്നതേ
പേരിലൂരുകാരുടെ ഇടനെഞ്ചല. അവിടെ എനിക്ക് പ്രചാരണത്തിന്റെ ആവശ്യമൊന്നുമില്ല. എനിക്ക് ഹേർട്ടായി എന്നൊക്കെ പറഞ്ഞിട്ട്. സോറി, ഞാൻ കളിയാക്കാൻ ചിരിച്ചല്ല. സാരമില്ല, ഇത് കേൾക്കുന്ന എല്ലാവരും ചിരിക്കാറുണ്ട്. അല്പനേരം ശാന്തരായിരിക്കുക. Fish. I don't give a fish. I don't give a fish. I don't give a fish. You are in a market. Yeah, exactly. അടി, ഞാൻ ജയിച്ചു. നീ ഒന്ന് മറിഞ്ഞിരിക്കുക, അവരുടെ കണ്ണിപ്പെടണ്ട. ഇതൊക്കെ രണ്ടാളെയും താങ്ങണം. അപ്പൊ ആരായിരിക്കും വെയിറ്റ് കൂടുതല്? ഒന്ന് അക്ബർ, ഒന്ന് ശരത്ത്. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്. നിനക്കോ? ഇത്തിരി ശരത്തേട്ടൻ ഇത്തിരി വെയിറ്റ് കുഴപ്പമില്ല. ഇതിങ്ങനെ വേണം. അപ്പൊ അതെങ്ങനെ പോവും അല്ലേ? ഒരു നേരം അക്ബർ, ഒരു നേരം ശരത്, ഒരു നേരം അക്ബർ, ഒരു നേരം ശരത്. എങ്ങനെയെങ്കിലും ഇവനെ ഒതുക്കിയേ ഈ കേസിൽ നമ്മൾ ഒതുങ്ങേ ഉള്ളൂ. ഇതിനെ കൊണ്ട് അവിടെ സർവൈവ് ചെയ്യുന്നത് ആണോ? ആലിബിനെ നിന്റെ ഈശ്വരിട്ടിട്ടല്ലോ. സന്തോഷായി, നല്ല സന്തോഷായി. ഇൻഡിവിജ്വൽ വരാനുള്ള ഇതേ ഉള്ളൂ. ബിഗ് ബോസ് കപ്പിളായിട്ട് വിളിച്ചേക്കുന്ന ഇൻഡിവിജ്വൽ വരാനുള്ള ഇതേ ഉള്ളൂ. ആ ചെറുക്കൻ അതിനുള്ളത് ഉണ്ടാവൂലായിരിക്കും. ഇൻഡിവിജ്വൽ വരാനുള്ള ഇതേ ഉള്ളൂ. ആ ചെറുക്കൻ അതിനുള്ളത് ഉണ്ടാവൂലായിരിക്കും. എനിക്കങ്ങ് ചൊറിഞ്ഞു കയറി വന്നതാ. പിന്നെ ഞാൻ എന്തെങ്കിലും തറുതല പറഞ്ഞ കൊച്ചമ്മയ്ക്കല്ലയോ അതിന്റെ നാണക്കേട്. കണ്ണിരൊപ്പം സംസാരിക്കാനുള്ളൂ, മൂത്ത് നോക്കി സംസാരിക്കാൻ. അറിയാൻ പാടില്ല എന്ന് ചോദിക്കുക. അറിയാൻ പാടില്ലാത്ത ചോദിക്കണ്ട. അറിയാവുന്ന ചോദിക്കാലോ, ചോദിക്കാം. സംശയം എന്നും നല്ലതാണ്. ഇപ്പം പൂമരം പൂത്ത് നിൽക്കുന്ന ബെഡാന്ന് പറഞ്ഞിട്ടുണ്ട്. തടയരുത്. നമ്മൾ റിലേറ്റ് ചെയ്തത് ശവന്നാറി പൂ എന്നുള്ളൊരു ലേബലിലായിരുന്നു. അപ്പൊ നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? ആ ശവന്നാറി പൂ എന്ന് പറയുന്നത് കാണാൻ നല്ല ഭംഗിയുള്ള പൂവാണ്, പക്ഷെ അതിനെ തൊട്ടിട്ടുണ്ടെങ്കിൽ ചീഞ്ഞളിഞ്ഞൊരു സ്മെല്ലാണ്. ഇത് എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. സംശയമുണ്ടോ? അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ശവന്നാറി പൂ എന്നുള്ളൊരു പേരിൽ നിങ്ങൾ അവിടെ അറിയപ്പെട്ടത്? മറുപടി ഉടനെ വേണം. കുറച്ച് വെയിറ്റ് ചെയ്യും, കയ്യോടെ തന്നുവിടാം. ആയിക്കോട്ടെ. ശവനാറി പൂ ഞാൻ കേട്ടിട്ടുണ്ട്. ശവനാറി പൂ എന്താണെന്നുള്ളത്, പക്ഷെ ഞാനിതൊരു മണക്കത്തില്ല. ഇപ്പൊ കിട്ടൂടാ. അപ്പൊ ശവനാറി പൂ മണക്കത്തുള്ളത് ശവനാറികൾക്കേ അറിയാവൂ. എല്ലാരും പറയും ശവനാറി പൂ, ശവനാറി പൂ. ഞാൻ കുറെ കേട്ടിട്ടുണ്ട്. അപ്പൊ ശവനാറി പൂ മണക്കത്തുള്ളത് ശവനാറികൾക്കേ അറിയാവൂ. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? പക്ഷെ ശരിക്കും ഈ ശവനാറി പൂവിന്റെ സ്മെല്ല് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് എനിക്ക് അതിനോട് ഉത്തരം പറയാൻ അറിയില്ല. അതിനകത്തുള്ളൊരു എന്റെ ഒരു നല്ലൊരു ഫ്രണ്ട് ഉണ്ട്, നമ്മുടെ നെവിൻ കപ്രീഷ്യ. എനിക്കിത് എന്തിന്റെ കേടായിരുന്നു. അപ്പൊ അവൻ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും കളിയാക്കാറുണ്ട് ശവനാറി പൂ. തമാശി കളിയാക്കുന്നതാണ്. ഞാൻ ശരിക്കും അത് കൂട്ടാക്കാറില്ല. കാരണം എനിക്ക് ഈ ശവനാറിപ്പൂ, എലി ചത്ത സ്മെല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ഞാൻ പറയും. പക്ഷെ ശവനാറിപ്പൂവിന്റെ സ്മെല്ല് എനിക്ക് അറിയത്തില്ല, ഞാൻ മണത്തിട്ടില്ല. അതുകൊണ്ട് എനിക്കതിനൊരു ആൻസർ തരാനില്ല. ശരി ശരി മാഡം. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ, വേഗം ഇവിടുന്ന് പോവാം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.